181 ദിവസങ്ങൾ പിന്നിട്ട് സമരം ശക്തമാക്കാനൊരുങ്ങി ആശാപ്രവർത്തകർ. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ സംസ്ഥാന സർക്കാരും ആനുകൂല്യം വർദ്ധിപ്പിക്കാമെന്നായിരുന്നു നിലപാട്. എന്നാൽ സർക്കാർ ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് ആശാപ്രവർത്തകർ ആരോപിച്ചു. ഈ മാസം 20-ന് NHM ഡയറക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ആശമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫിക്സഡ് ഇൻസെന്റീവിന്റെ കൂടെ 1500 രൂപയുടെ വർധനവും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം 50,000 രൂപ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ദീർഘനാളത്തെ സമരത്തിനിടയിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടടക്കം ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കം എല്ലാ ആളുകളും, ഇവിടുത്തെ മന്ത്രിമാരും മറ്റ് ഇടത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ ഞങ്ങളും വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കേന്ദ്ര വർധനവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പരക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല, ഞങ്ങൾക്ക് അതറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാണ് ഇപ്പൊ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് കേന്ദ്രം അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്ത് ആശാ വർക്കർമാർക്ക് തരേണ്ടുന്നത് സംസ്ഥാന സർക്കാരിന്റെയും ബന്ധപ്പെട്ട വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ്. ആശാ വർക്കർമാരല്ല കേന്ദ്രത്തിൽ പോയി ആ ഉത്തരവ് നേടിയെടുത്തുകൊണ്ട് വരേണ്ടുന്നത്, മറിച്ച് സർക്കാരിനാണ് അതിന്റെ ഉത്തരവാദിത്തം. അപ്പോൾ കേന്ദ്ര സർക്കാർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അത് NHMന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലടക്കം പാർലമെന്റിലടക്കം ആ മീറ്റിംഗിന്റെ മിനിറ്റ്സ് വെക്കുകയും ഈ തീരുമാനങ്ങൾ പട്ടിക ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഓരോ വർക്കിനും ഉള്ള ഇൻസെന്റീവുകൾ പലതും വർദ്ധിപ്പിച്ചുകൊണ്ടും ഇതുവരെ ഇല്ലാതിരുന്ന പല ജോലികൾക്കും ഇൻസെന്റീവ് ഏർപ്പെടുത്തിക്കൊണ്ടും ഒക്കെ തന്നെയാണ് ആ തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും വ്യക്തമായ ഒരു തീരുമാനം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും NHMന്റെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ വീണ്ടും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്.